ഏവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വേദപുസ്തക ധ്യാനത്തിൽ ആത്മീയ ജീവിതത്തിലെ വളരെ വെല്ലുവിളിയാർന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പ്രശ്നമാണ് ധ്യാനത്തിൻ്റെ കേന്ദ്രബിന്ദുവായി വിഭാവന ചെയ്തിട്ടുള്ളത്. അതിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടി സുവിശേഷത്തിൽ നിന്ന് 3 ഭാഗങ്ങൾ ഞാൻ പരാമർശിക്കാൻ പോവുകയാണ്. ആദ്യമായി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ പർവ്വതപ്രസംഗത്തിൻ്റെ ഉപസംഹാരമാണ് ആ ഭാഗമെന്ന് നിങ്ങൾക്കറിയാം. അവിടെ യേശു പറയുന്നത്, ഞാൻ പറയുന്ന ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ കേൾക്കുന്നവൻ മാത്രമല്ല, എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനത്രേ പാറമേൽ വീട് പണിത ബുദ്ധിമാനോട് സദൃശം. അപ്പോൾ വചനത്തോട് നാം എപ്രകാരം ബന്ധം പുലർത്തണം എന്നതിനെപ്പറ്റിയുള്ള ശ്രദ്ധേയമായ ഒരു സൂചന, ഒരു നിർദ്ദേശം ഇവിടെ നൽകിയിട്ടുണ്ടെങ്കിലും ഇത് കാര്യമായി നാം എടുത്തിട്ടില്ല എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയിൽ നിന്ന് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 2-ാമത്തെ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. നീയും പോയി. യേശു മത നിയമ പണ്ഡിതൻ പണ്ഡിതന് നൽകുന്ന നിർദ്ദേശമാണ്, എൻ്റെ അയൽക്കാരൻ ആരാണ് എന്ന് നീ പറഞ്ഞു തരണം. അയൽക്കാരനെ അറിയാൻ വയ്യാത്ത മത നിയമ പണ്ഡിതൻ, എക്സ്പേർട്ട് ഇൻ ജൂയിഷ് ലോ, അവനോട് യേശു പറയുന്നത്, നല്ല ശമര്യക്കാരൻ്റെ ഉപമ പറഞ്ഞ ശേഷം അതിൻ്റെ അവസാന ഭാഗത്ത് എന്താണ് പറയുന്നത്? നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അവസാനമായി ലൂക്കോസിൻ്റെ തന്നെ സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ളതാണ്. ക്രൂശിൽ നിന്ന് യേശു പറയുന്ന ആദ്യത്തെ വാക്ക്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നാം ചെയ്യുന്നത് നാം അറിയുന്നില്ല, നാം വിശ്വസിക്കുന്നത് നാം അറിയുന്നില്ല. അറിവിൻ്റെ പ്രശ്നം ആത്മീയ ജീവിതത്തിൽ വളരെ അധികമുണ്ട് എന്ന് യേശു വളരെ ശക്തിയായി പ്രതിപാദിച്ചിട്ടും ആ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി വേണ്ടതുപോലെ ബോധ്യമുള്ളവരല്ല നാം എന്ന ഒരു സത്യം തിരിച്ചറിയേണ്ട ആവശ്യം ഇന്ന് നന്നേയുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അല്പം ക്ലേശമേറിയ ഈ വിഷയം കൈകാര്യം ചെയ്യുവാൻ ഞാൻ ധൈര്യം കാട്ടുന്നത്. ഇതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്പസമയം നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ മതപരമായ ജീവിതത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മതസംബന്ധമായിട്ടുള്ള വിവിധ ആശയങ്ങൾ തികച്ചും അവ്യക്തമായിട്ടാണ്, യാതൊരു വ്യക്തതയുമില്ലാതാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണമെടുത്താൽ തന്നെ അതിലെ ഓരോ ഭാഗവും നിങ്ങളെടുത്ത് നോക്കൂ, അതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയും ഉണ്ടാകുകയില്ല. നാം എല്ലാ ഞായറാഴ്ചയും ആചരിക്കുന്ന ആചാരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഏതംശവും നിങ്ങൾ പരിശോധിച്ചു, അതിനെപ്പറ്റി ഒന്നിനെപ്പറ്റിയും യാതൊരു വ്യക്തതയും നിങ്ങൾക്കുണ്ടാകുകയില്ല. യേശുവിൻ്റെ പഠിപ്പീരുകൾ ഏതെങ്കിലും ഒന്ന് വായിച്ച് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒന്നിനെപ്പറ്റിയും യാതൊരു വ്യക്തമായ അറിവും ഉണ്ടാകുകയില്ല. ഇത് ഒരാളുടെയോ 10 പേരുടെയോ അല്ലെങ്കിൽ 10 ലക്ഷം ആളുകളുടെയും പ്രശ്നം മാത്രമല്ല, ബഹുഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ ഇതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ അവസ്ഥയെ പൊതുവായി അവഗണിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വലിയ ആവശ്യമുണ്ടെങ്കിലും
ഇങ്ങനെയുള്ള കാതലായ പ്രശ്നങ്ങൾ എപ്പോഴും അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മീയമായ പരാധീനത തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് യേശു എപ്പോഴും ആത്മീയ ജീവിതത്തിൽ ഫലഭൂഷ്ടി ഉണ്ടാകണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം ആത്മീയമായ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. വളരെ വളരെ ലളിതമായി മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. നാം 60 വർഷം അല്ലെ 50 വർഷം ജീവിച്ചിട്ടും നാളിന്ന് വരെ ആത്മീയ ഫലം പുറപ്പെടുവിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായ താല്പര്യം കാണുമെന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്പം ക്ലേശമേറിയ അന്വേഷണത്തിൽ സഹിഷ്ണുതയോടെ ക്ഷമയോടെ നിങ്ങൾ അന്ത്യം വരെയും പങ്കെടുക്കണമെന്ന് കർത്തൃനാമത്തിൽ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നാം അതിനുവേണ്ടി ക്ലേശിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ അന്വേഷണത്തിലേക്ക് കടക്കാം. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും മാനിച്ച് ഞാൻ ആദ്യമായി നോട്ട്സ് എഴുതി ഈ വിഷയം അവതരിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ നിർത്തിയായിരിക്കും ഞാനിത് പറയാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോട്ട്സ് കൺസൾട്ട് ചെയ്യും. കാരണം ഞാൻ ഈ ഒരു വിഷയത്തെ അത്രമാത്രം ബഹുമാനിക്കുന്നു എന്നതുകൊണ്ടാണ്. അതിൽ കൃത്യത വരണം, വ്യക്തത വരണം എന്ന പ്രധാനപ്പെട്ട ഒരു ചിന്തയും നഷ്ടപ്പെട്ടു പോകരുത് എന്ന വലിയ നിർബന്ധമുള്ളത്, താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണെങ്കിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 2 ഭാഗങ്ങൾ ഉദ്ധരിച്ചതിൽ നിന്നാണെങ്കിലും ഇതിലെല്ലാം പൊതുവേ കാണുന്നത് മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമുണ്ട്, വേണ്ടതുപോലെ ഗ്രഹിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ മനസ്സിലാക്കുന്ന പ്രക്രിയയിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നം എന്താണ്, അതിനെപ്പറ്റി നമുക്കൊരു ബോധ്യം ഉണ്ടാകുന്നത് വളരെ സഹായിക്കുമെന്നതുകൊണ്ട് നമുക്ക് ആദ്യമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം, മനുഷ്യൻ എന്തിനേയും മനസ്സിലാക്കുന്ന വിധത്തിൽ ഒരു വലിയ പ്രശ്നം പതിയിരിപ്പുണ്ട്. ഉദാഹരണമായിട്ട് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു അയൽക്കാരനെ, ഞാൻ വേദപുസ്തകത്തിലുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈ പരാമർശിച്ച ഭാഗത്ത് ഉൾപ്പെട്ട ഒരു ആശയം എടുക്കുകയാണ്. ന്യായശാസ്ത്രിയുടെ ആ ഒരു അവസ്ഥ, എൻ്റെ അയൽക്കാരൻ ആരാണ്? അദ്ദേഹം ഇത് ചോദിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നത്തെയാണ് അദ്ദേഹം ഉയർത്തുന്നത് എന്നത് എത്രയോ പേരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് കാണും. പക്ഷേ അവരാരും ഇത് പറഞ്ഞു കാണുകയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് ചെറിയ ചോദ്യമല്ല ചോദിക്കുന്നത്, എൻ്റെ അയൽക്കാരൻ ആരാണ്? അപ്പോൾ എൻ്റെ അയൽക്കാരനെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന ആ കൽപ്പനയൊക്കെ ഇദ്ദേഹം ന്യായശാസ്ത്രിക്ക് നന്നായി കാണാപ്പാട് അറിയാം. പച്ച വെള്ളം പോലെ തന്നെ കാണാപ്പാടും പഠിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ അയൽക്കാരനെ എന്നെപ്പോലെ സ്നേഹിക്കാൻ തയ്യാറാണ്. പക്ഷേ അയൽക്കാരൻ ആരാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് ഇന്നത്തെ പ്രശ്നം. ഈ പ്രശ്നത്തെ അല്പം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇദ്ദേഹം കാണാപ്പാടം പഠിച്ചു വച്ചിരിക്കുന്നു, അയൽക്കാരനെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ അയൽക്കാരൻ എന്ന വാക്കാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. ഈ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ അവ്യക്തമായ ഒരു രൂപമുണ്ടാകും. അയൽക്കാരൻ ഒരാശയമുണ്ടാകും. അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ അടുത്ത് താമസിക്കുന്ന ആരെങ്കിലും അയൽക്കാരൻ. ആ ഒരു ഘട്ടത്തിൽ എത്ര വ്യക്തമായി മനസ്സിൽ അയൽക്കാരൻ എന്ന വാക്ക് പതിച്ചിരുന്നാലും ആ വാക്ക് അതിനകത്ത് ഒരു മജ്ജയും മാംസവും ഒരു കണ്ടൻറ്റും ഒരു ഉള്ളടക്കവും ഉണ്ടാകുകയില്ല. അതൊരു വെറും ശബ്ദം മാത്രമാണ്. അയൽക്കാരൻ ഒരു ശബ്ദം മാത്രമാണ്. അപ്പോൾ ഞാൻ ആ വാക്കിനെ ആദ്യമായിട്ട് ഞാൻ ആ വാക്ക് കേട്ടു, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. അയൽക്കാരൻ എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമായ ഒന്നുമില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് നോളജ് എന്ന് പറയും. അതായത് മജ്ജയും മാംസവുമില്ലാത്ത ഒരു ശബ്ദം, ഉള്ളടക്കമില്ലാത്തൊരു ശബ്ദം.
അപ്പോൾ ന്യായശാസ്ത്രി ഇത് ചോദിക്കുകയാണ്, എൻ്റെ അയൽക്കാരൻ ആരാണ്? കാരണം അവൻ ഈ ശബ്ദം മാത്രം അറിയുന്നവനാണ്. അതുകൊണ്ട് അടങ്ങിയിരിക്കുന്ന ഒരു ചുമതലയും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ യേശു എന്താണ്, ഒരു ഉപമയിൽ കൂടെ ആ ശബ്ദത്തെ, അയൽക്കാരൻ എന്ന് പറയുന്ന ശബ്ദത്തെ ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്ന ആശയം വ്യക്തമായി ധരിക്കണം, എന്നാൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ. ന്യായശാസ്ത്രിയെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കണ്ടുമുട്ടുന്നത് വരെ അയൽക്കാരൻ എന്നത് ഒരു ശബ്ദം മാത്രമായിരുന്നു, ഒരു വാക്ക് മാത്രമായിരുന്നു. ഇറ്റ് വാസ് ഓൺലി എ വേർഡ്, ഒരു വേർഡ് പോലുമല്ല, ഒരു ശബ്ദം മാത്രമാണ് അയൽക്കാരൻ. അതിലൊരു ഉള്ളടക്കമില്ല. ആ ഒരു കഥയിൽ കൂടെ, ഉപമയിൽ കൂടെ യേശു ഈ ന്യായശാസ്ത്രിയെ നടത്തി അയൽക്കാരൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വ്യക്തി, അതാ അവിടെ മുറിവേറ്റ് നിണം മാർന്ന് കിടക്കുന്ന ഒരു മനുഷ്യൻ, അവനെ കണ്ടുമുട്ടുന്ന വിധത്തിലേക്ക് ഇദ്ദേഹത്തെ നടത്തിക്കൊണ്ട് പോവുകയാണ് അവൻ അറിയാതെ. ഇതാണ് യേശുവിൻ്റെ ഏറ്റവും മനോഹരമായ സമീപനം. ഇത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇടയിൽ ആരും പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം നഷ്ടം വരുന്നു എന്നും കൂടെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാകും. അപ്പോൾ ന്യായശാസ്ത്രീയ കഥയുടെ മാധ്യമത്തിൽ കൂടെ ആ അയൽക്കാരൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആകണം എന്ന് മനസ്സിലായി. അപ്പോൾ അയൽക്കാരൻ എന്ന വാക്കിനെ പറ്റി ആ ന്യായശാസ്ത്രിയുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ള അവസ്ഥ വ്യത്യസ്തമാണ്. യേശുവിനെ കണ്ടെത്തുന്നതിന് മുൻപ് അയൽക്കാരൻ എന്ന വാക്ക് ഏതവസ്ഥയിൽ, ഏതർത്ഥത്തിൽ, ഏത് സ്ഥിതിയിൽ ഈ ന്യായശാസ്ത്രിയുടെ മനസ്സിൽ സ്ഥിതി ചെയ്തിരുന്നുവോ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഉപമയിൽ കൂടെയുള്ള ആ സംഭവത്തിലെ അനുഭവത്തിൽ കൂടെ ഈ ന്യായശാസ്ത്രി അയൽക്കാരൻ എന്ന ആശയത്തെ അതിന് ശേഷം അനുഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു പറയുന്നത്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ചെയ്യുമ്പോഴെന്ത് സംഭവിക്കും? നീ ആദ്യം ശബ്ദമായി കേട്ടു, ഇപ്പോൾ ശബ്ദം ഒരു വ്യക്തിയായി മാറി. ആ വ്യക്തിയോട്, അപ്പോൾ ഇനിയും തൊട്ട് അയൽക്കാരൻ എന്ന് പറയുന്നത് വ്യക്തികളാണ്. ഓരോ വ്യക്തികളോടും നീ ഇടപെടുമ്പോൾ അയൽക്കാരൻ എന്ന് പറയുന്ന ആശയം നിരന്തരമായി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ മനോഹാരിത. നാം അയൽക്കാരെന്ന് പറയുമ്പോൾ അത് പൊതുവായ ഒരു നാമമാണ്, കോമൺ നെയിം എന്ന് പറയും, കോമൺ നെയിം, ജനറൽ നെയിം. എന്നാൽ ആ അയൽക്കാരൻ ചാക്കോച്ചനായിരിക്കും, അല്ലെങ്കിൽ രാമനായിരിക്കും, അല്ലെങ്കിൽ ഖാദറായിരിക്കും, അല്ലെങ്കിൽ മൺടു സിംഗ് ആയിരിക്കും. അങ്ങനെ ഓരോരുത്തരെയും അയൽക്കാരെന്ന നിലയിൽ അവരുമായി നീ ഇടപെടുമ്പോൾ അയൽക്കാരൻ എന്ന് പറയുന്ന ആശയം നിൻ്റെ മനസ്സിൽ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് മനോഹരമായ ഒരു വെളിപ്പെടുത്തലാണ്, യേശുവിൻ്റെ വെളിപ്പെടുത്തലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ അയൽക്കാരൻ എന്ന് പറയുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെ ഒരു പണ്ടറിഞ്ഞതുപോലെയല്ല, അവ്യക്തമായ ഏതോ ഒരു ശബ്ദം പോലെയല്ല, ഇതാ മജ്ജയും മാംസവുമുള്ള പലവിധമായ അനന്തമായ സാധ്യതകളുള്ള ഒരു ജീവിത യാഥാർത്ഥ്യമായി നിനക്കറിയാൻ കഴിയുന്നു. ആ അറിവിനെ നീ നിൻ്റെ ജീവിതത്തിൽ ആക്കുമ്പോൾ പലവിധമായ അനുഭവത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. അതിൻ്റെ ഫലമായി നീ വളരുന്നത് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നിന്ന് വലിയ നന്മകൾ പുറപ്പെട്ടു വരുന്നു. ഇതാണ് യേശു പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് നാം ഒരിക്കലും മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ കെട്ടിക്കിടന്നാൽ നാം വളരുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ മതജീവിതത്തിലെല്ലാം ശബ്ദങ്ങൾ മാത്രമാണ്. നമ്മുടെ മതജീവിതത്തിൽ ശബ്ദങ്ങൾ മാത്രമാണ്. നമ്മുടെ ആരാധനയുടെ പരിമിതി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാകും. എന്തുകൊണ്ടാണ് യേശു ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത്? നമ്മുടെ ആരാധനയിൽ ആത്മാവുമില്ല, സത്യവുമില്ല. കാരണം അതുപോലെ ശബ്ദം മാത്രമാണ്.
അപ്പോൾ ആരാണ് ഏറ്റവും മനോഹരമായി ആരാധന നടത്തുന്നത്? ഏറ്റവും ഇമ്പത്തിൽ ചൊല്ലുന്ന അച്ഛൻ, നീട്ടി ചൊല്ലുന്ന അച്ഛൻ, സംഗീതാത്മകമായി ചൊല്ലുന്ന അച്ഛൻ. അങ്ങനെയുള്ള അച്ഛന്മാർക്ക് വളരെ പ്രീതിയുണ്ട്. അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എൻ്റെ മകളുടെ കല്യാണത്തിൽ ഞാൻ ഇന്ന അച്ഛനെ വിളിക്കും, കാരണം അദ്ദേഹം നല്ല ഇമ്പത്തിൽ ചൊല്ലി ശരിയാക്കും. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിലും യാക്കോബ സഭയിലും ഞാനത് കണ്ടിട്ടുണ്ട്. മർത്തമക്കാരുടെ ഇടയിൽ അത്രയില്ല, സി എസ് ഐക്കാരുടെ ഇടയിൽ അങ്ങനെ ഒട്ടുമില്ല. അവർക്ക് അങ്ങനെ നീട്ടത്തിൽ ചൊല്ലുന്ന അച്ഛന്മാരില്ലാത്തതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതിൻ്റെ കാര്യം എന്താണ്? ശബ്ദത്തിൻ്റെ മാധുര്യം മാത്രമാണ്. അവിടം വരെ മാത്രമേ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ന്യായശാസ്ത്രിയുടെ അവസ്ഥയിൽ നമ്മൾ കിടക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആത്മീയമായ ഒരു ഫലവും പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ അനാസ്ഥ, ഇതാണ് നമ്മുടെ ആത്മീയമായ ദാരിദ്ര്യം, പട്ടിണി. ഇത് മനസ്സിലാക്കാൻ നമുക്ക് അത്യാവശ്യമുണ്ട്. അതിലേക്കാണ് നമ്മുടെ ധ്യാനം ഇപ്പോൾ നമുക്ക് നയിക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ അറിയുക എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ, മനുഷ്യന് അറിവിൻ്റെ ആവശ്യമുണ്ട്. എല്ലാറ്റിനെയും അറിയാൻ മനുഷ്യന് ആവശ്യമുണ്ട്. അർത്ഥങ്ങളെ അന്വേഷിക്കുന്ന മൃഗമാണ് മനുഷ്യൻ. മാൻ ഈസ് എ മീനിങ് സീക്കിംഗ് ആനിമൽ എന്ന് പറയാറുണ്ട്. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ, മാൻ ഈസ് എ ടൂൾ മേക്കിംഗ് ആനിമൽ, കാൾ മാർക്സ് പറഞ്ഞു. മാൻ ഈസ് എ റാഷണൽ ആനിമൽ, അരിസ്റ്റോട്ടൽ. മാൻ ഈസ് ഓൾസോ എ മീനിങ് സീക്കിംഗ് ആനിമൽ, വിക്ടർ ഫ്രാങ്കൽ, മീനിങ് സീക്കിംഗ് ആനിമൽ. അപ്പോൾ അങ്ങനെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ആ ഒരു പ്രക്രിയ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഏത് ആശയം കേട്ടാലും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാകും. ഇപ്പോൾ നെയ്ബർ, നിങ്ങൾ ആദ്യമായിട്ട് അയൽക്കാരൻ എന്ന വാക്ക് കേൾക്കുകയാണെന്ന് വിചാരിച്ചു. ആ വാക്ക് കേട്ടു, ഒരു ഇംപ്രഷൻ, അതേതോ ഉണ്ട് എന്ന് മനസ്സിലായി. അയൽക്കാരൻ, ഇതിനൊക്കെ ഒരു അയൽക്കാരനുണ്ട്. അത് അവ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ കിടക്കും. അതിനുശേഷം അത് കേട്ടത് കൊണ്ട് അതെന്താണ് നിങ്ങൾ ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആദാമിനോട് ദൈവം പറയുന്നു, നീ ഈ തോട്ടത്തിലെ നന്മതിന്മകളുടെ തിരിച്ചറിവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നരുത്, തിന്നാൽ നീ മരിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ മരണത്തെപ്പറ്റി ആദാമിന് വസ്തുനിഷ്ഠമായ ഒരറിവുമില്ല. എന്നാൽ അത് അവൻ്റെ മനസ്സിലിങ്ങനെ പ്രവേശിച്ചതുകൊണ്ട് അവൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അതിനെപ്പറ്റി ഏതോ ഒരു രൂപം വളരെ അവ്യക്തമാണ്. അതിനകത്ത് യാതൊരു ഉള്ളടക്കവുമില്ല. അതൊരു ശബ്ദവും ഒരു രൂപവും പോലെ അവ്യക്തമായി അങ്ങനെ കിടക്കുകയാണ്. ആ അവസ്ഥയിലാണ് നമ്മുടെ എല്ലാ ആത്മീയമായ അറിവുകളും എന്ന് തിരിച്ചറിയാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. അപ്പോൾ ആദ്യമായിട്ടൊരു ഫസ്റ്റ് ഇംപ്രഷൻ, ആദ്യമായിട്ടൊരു രൂപവും ഒരു ആന്തരികമായ ഒരു അനുഭവം, ഒരു പ്രതീതി ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ കേട്ടതിനെ മാത്രം, അതിൻ്റെ ശബ്ദം മാത്രം ആശ്രയിച്ച് നമുക്കങ്ങനെ ഉണ്ടാകും. അപ്പം അയൽക്കാരൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഏതോ ഒരു ശബ്ദം നമ്മുടെ മനസ്സിൽ പതിച്ചു. അതപ്പോൾ ഉള്ളടക്കമൊന്നുമില്ലാത്ത ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരവസ്ഥയിലാണ്. രണ്ടാമത് അതിനെപ്പറ്റി നാം ചിന്തിക്കുന്നു, അതെന്താണ് അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ആദ്യത്തെ ശബ്ദത്തിൽ നിന്ന് നാം ഒരു പടി മുൻപോട്ട് കടന്നപ്പോൾ ആദ്യത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു ചെറിയ മാറ്റം വന്നു. നാം ചിന്തിച്ചത് കൊണ്ട്, ഉള്ളിൽ അതിനെ മനനം ചെയ്തതുകൊണ്ട് ആദ്യത്തെ ശബ്ദത്തിൽ നിന്ന് കുറച്ച് മുൻപോട്ട് പോകുവാനും കുറച്ചുകൂടെ വ്യക്തത പാലിപ്പാനും നമുക്ക് സാധിച്ചു. അത് ഒരു പക്ഷേ തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രക്രിയ ആയിരിക്കും. കാരണം അതിനുശേഷം മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അയൽക്കാരനെ കണ്ടുമുട്ടി. അപ്പോൾ ഇതുവരെ മനസ്സിൽ അവ്യക്തമായി കിടന്ന ആ ചിന്താശകലങ്ങൾ, ആ ശബ്ദങ്ങൾ ഈ ഒരു വ്യക്തിയുമായി ഘടിപ്പിക്കാൻ പറ്റി. അപ്പോൾ അയൽക്കാരൻ എന്ന ആ ഒരു ആശയത്തിന് ഒരു രൂപവും ഒരു വെയ്റ്റും ഒരു ഡെഫിനിറ്റീവ്നെസ്സും ഉണ്ടായി. എന്താണ് പറയുന്നത്, മജ്ജയും മാംസവും ഉണ്ടായി. പക്ഷേ ഒരു അയൽക്കാരൻ മാത്രമല്ല, എനിക്ക് അനേക അയൽക്കാരുണ്ട്. അപ്പോൾ കാലക്രമേണ ഞാൻ പല അയൽക്കാരനെ കണ്ടു. ഓരോ അയൽക്കാരനോടും ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എൻ്റെ ആശയം മാറിക്കൊണ്ടേയിരിക്കും അനുഭവത്തിൽ കൂടെ. അപ്പോൾ ഞാൻ എവിടെ നിന്ന് ആരംഭിച്ചു
അവിടെ നിന്ന് ഞാൻ ഒത്തിരി മുൻപോട്ട് സഞ്ചരിക്കുകയാണ്. അങ്ങനെ പലവിധമായ ആളുകളെ കണ്ട് ബാഹ്യമായി മാത്രം പരിചയപ്പെട്ട് അതിൽ കൂടെ അയൽക്കാരൻ എന്ന ആശയം കുറച്ചുകൂടെ വികസിക്കുക. 4ാമത്തെ സ്റ്റേജ് എന്താണ്? അങ്ങനെയിരിക്കെ ഒരയൽക്കാരന് ഒരു പ്രശ്നമുണ്ടായി. ഞാൻ അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, അവനോട് ഇടപഴകി. അപ്പോൾ അവനെ പറ്റിയുള്ള എൻ്റെ അറിവ് കൂടുതൽ ദൃഢമാകുകയും അതിൽ കൂടുതൽ ഉള്ളടക്കമുണ്ടാകുകയും ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കേട്ട ശബ്ദവും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ വലിയ വിപ്ലവാത്മകമായ വ്യത്യാസം വരുന്നു. അപ്പോൾ ഈ അനുഭവത്തിൽ കൂടെ മാത്രമേ എനിക്ക് മുൻപോട്ട് പോയി അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്ന കൽപ്പന അനുസരിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുവരെ നാം ഇത് വെറും ചില വാക്കുകളുടെ സമാഹാരമായി ഒരു വാചകം ഇങ്ങനെ കാണാപ്പിടിച്ച് വെച്ചിരിക്കുന്നു. അങ്ങനെ ഈ ന്യായശാസ്ത്രി കാണാപ്പാടം വെച്ചതാണ്. അവൻ്റെ ജീവിതത്തിൽ ഈ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവും അവനും ഉണ്ടായിട്ടില്ല, ആർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ക്രൂശിൽ നിന്ന് പറയുന്ന, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. യേശുവിനെ ക്രൂശിൽ തറച്ച കാര്യം മാത്രമല്ല പറയുന്നത്, മതമേഖലയിൽ മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന് അവൻ അറിയുന്നില്ല. അത് പൊതുവായൊരു പ്രശ്നമാണ് എന്നാണ് യേശു അവിടെ സൂചിപ്പിക്കുന്നത്. നാം ആ സന്ദർഭത്തെ മാത്രം പരിഗണിച്ചാണ് ഇത് മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇത് വളരെ വിശാലമായ പ്രസക്തിയുള്ള ഒരു പ്രസ്താവനയാണ്. മനുഷ്യൻ്റെ മതപരമായ അവസ്ഥ സർവ്വലൗകികമായി ഇങ്ങനെ തന്നെയാണ്. അവൻ ചെയ്യുന്നതോ വിശ്വസിക്കുന്നതോ പറയുന്നതോ ഏറ്റുപറയുന്നതോ ഒന്നും അവൻ അറിഞ്ഞുകൂടാ. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ജീവിതത്തിൽ നല്ല ഫലം കായ്ക്കാൻ സാധിക്കുന്നില്ല. മുള്ളും പറക്കാരെയും പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ ഒരു അനാസ്ഥ, ഈ ഒരു ക്ഷാമം, ആത്മീയമായ പട്ടിണി, ദാരിദ്ര്യം നമ്മെ നന്നേ ബാധിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാനും അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനും നമുക്ക് ഇടയാകണമെന്നാണ് യേശു തൻ്റെ പർവ്വതപ്രസംഗത്തിൻ്റെ അവസാനം പറയുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നവൻ മാത്രമല്ല, അത് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനത്രേ പാറമേൽ വീട് പണിത ബുദ്ധിമാനോട് സദൃശം. അപ്പോൾ ഈ ഒരു പ്രക്രിയയുടെ എന്താണ് പറയുന്നത്, സങ്കീർണത കുറച്ച് നമുക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അയൽക്കാരൻ ആരാണ് എന്ന് യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ അയൽക്കാരൻ്റെ അവസ്ഥയോട് നാം ഇടപെടണം. ഇവിടെ ഈ ഉപമയിൽ, നല്ല ശമര്യക്കാരൻ്റെ ഉപമയിൽ, മുറിവേറ്റ ആ മനുഷ്യൻ ഈ ശമര്യക്കാരൻ കച്ചവടക്കാരൻ്റെ അയൽക്കാരനായി തീർന്നത് അവൻ്റെ ആവശ്യത്തിൽ, അവൻ്റെ നിസ്സഹായതയിൽ അവനോട് സഹകരിച്ച് ശമര്യക്കാരൻ അവനോട് അവൻ്റെ അവസ്ഥയിൽ ഇടപെട്ടത് കൊണ്ടാണ്. പുരോഹിതനും ലേവ്യനും ഈ മനുഷ്യൻ അയൽക്കാരനാകാത്തത് അവൻ്റെ അവസ്ഥയിൽ ഇടപെടുവാൻ അവർക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവർ അയൽക്കാരൻ എന്ന് പറയുന്ന ഈ ഒരു ആശയത്തെ മനസ്സിലാക്കുന്നതും നല്ല ശമര്യക്കാരൻ ഇതേ ആശയത്തെ മനസ്സിലാക്കുന്നത് തമ്മിൽ അജഗജാന്തര വ്യത്യാസം ഉണ്ടായിരിക്കും. ഒന്ന് മറ്റതിൽ നിന്ന് യാതൊരു സാമ്യവുമില്ല, അത്രമാത്രം വ്യത്യാസമുണ്ടായിരിക്കും. ഇതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. എത്രമാത്രം അവതരിപ്പിക്കാൻ കഴിഞ്ഞെന്ന് എനിക്കറിയില്ല. ദയവായി നിങ്ങളിത് കൂടുതൽ ശ്രദ്ധിക്കുകയും മനനം ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്തതിൽ വ്യക്തത പ്രാപിപ്പാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വേദപുസ്തകത്തിലെ ആത്മീയത വാക്കുകളിൽ ഒതുക്കുന്ന ആത്മീയതയല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ദൈവം നമ്മുടെ അയൽക്കാരനായി എന്നാണ് എൻ്റെ അർത്ഥം. ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ അയൽക്കാരനായി. സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗം, സുവിശേഷത്തിൻ്റെ ഹൃദയത്തുടിപ്പ് ഇതാണ്. എന്താണ്? ദൈവം നമ്മുടെ അയൽക്കാരനായി. അങ്ങ് വിദൂരതയിൽ വസിക്കുന്നൊരു ദൈവത്തെ എല്ലാവരും സങ്കല്പിച്ചിട്ടുണ്ട്. യഹൂദനും സങ്കല്പിച്ചു, യവനനും സങ്കല്പിച്ചു, ലോകത്തിലുള്ള എല്ലായിടത്തും ആളുകൾ സങ്കല്പിച്ചു. പക്ഷേ നമ്മുടെ ഇടയിൽ പാർക്കുന്ന ഒരു ദൈവം, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ, കൃപ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയിൽ ഇടപെടുവാൻ എപ്പോഴും ജാഗരൂകനായിരിക്കുന്ന കരുതലിൻ്റെ ദൈവം നമ്മുടെ അയൽക്കാരനായിട്ടുണ്ട്. അതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗമെന്ന്
ഈ സമയത്ത് ഞാൻ ഒന്ന് പരാമർശിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മതപരമായ അറിവും ആശയങ്ങളും ആദ്യത്തെ ഘട്ടത്തിൽ മാത്രം നിൽക്കുകയാണ്. എന്താണ്? അയൽക്കാരൻ ഒരു ശബ്ദം മാത്രമാണ്, ദൈവം ഒരു ശബ്ദം മാത്രമാണ്, ത്രിത്വം ഒരു ശബ്ദം മാത്രമാണ്, ശരീരത്തിൻ്റെ പുനരുത്ഥാനം ഒരു ശബ്ദം മാത്രമാണ്, സഭ യേശുവിൻ്റെ ശരീരം ഒരു ശബ്ദം മാത്രമാണ്, സക്രമന്ത് ഒരു ശബ്ദം മാത്രമാണ്, ഹല്ലേലൂയ ഒരു ശബ്ദം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വെടിപൊട്ടുന്ന പോലെ ഹല്ലേലൂയ പറഞ്ഞാൽ അവൻ ആത്മീയനാണെന്നാണ് നമുക്ക്. കാരണം എന്താണ്? ശബ്ദത്തിന് മാത്രമേ വിലയുള്ളൂ. അതുകൊണ്ട് ശബ്ദ കോലാഹലം വരുമ്പോൾ ദൈവം കേട്ടു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പിക്കരുത്, അലറിക്കൂവി വിളിക്കരുത്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാൻ കാര്യം, ശബ്ദ കോലാഹലം കൊണ്ട് നിങ്ങൾ എങ്ങും എത്തുകയില്ല. പക്ഷേ നമ്മുടെ മതജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, ഇതിൽ ശബ്ദമല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മുടെ ഞായറാഴ്ച ആരാധന ഒന്ന് ശ്രദ്ധിച്ചോ? അത് ശബ്ദമല്ലാതെ അനുഭവത്തിൻ്റെ എന്തെങ്കിലും കാര്യം അതിനകത്തുണ്ടോ? അതിനകത്ത് ഏറ്റവും അനുഭവം വരേണ്ടത് സക്രമത്തിലാണ്, അല്ലെങ്കിൽ കുർബാനയിലാണ്, അല്ലെങ്കിൽ മാസിലാണ്. പക്ഷേ അതിലെന്ത് അനുഭവമാണ് നമുക്കുള്ളത്? അനുഭവത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണത്. പക്ഷേ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അറിയുന്ന മതം ശബ്ദങ്ങളുടെ മാത്രം ആകത്തുകയാണ്. അതുകൊണ്ട് അനുഭവത്തിലേക്ക് വരുവാനും ആ ശബ്ദത്തിനോട് ഒട്ടി നിൽക്കേണ്ട ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി അതിലിടപെടുന്നത് കൊണ്ട് ഫലഭൂഷ്ടമായ ജീവിതം പ്രാപിപ്പാനും അപ്രകാരമുള്ള കാമ്പുള്ള അർത്ഥവത്തായ വ്യക്തിത്വം പ്രാപിപ്പാനോ നമുക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാം ആരാണെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. പിന്നല്ലേ നാം അയൽക്കാരനെ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പരിതാപകരമായ നമ്മുടെ അവസ്ഥയെപ്പറ്റി നമുക്ക് ബോധമുള്ളവരായിരിക്കണം എന്ന കർത്തൃനാമത്തിൽ ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അവസ്ഥയിൽ ഒരു വലിയ ക്ഷാമമുണ്ട് എന്ന് തിരിച്ചറിയാം. ദർ ഈസ് എ സ്പിരിച്വൽ ഫാമിൻ ഇൻ ആ പ്രെഡിക്കമെൻറ്റ്. അത് ജനം തിരിച്ചറിയാതിരിക്കേണ്ടതിനുള്ള പല പരിപാടികളും ആവിഷ്കരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിലൊന്നാണ് ആരാധന ഏറ്റവും മനോഹാരിതമാക്കുക, കാതിനിമ്പമുള്ളതാക്കുക. നല്ല നല്ല കൊയറിനെയൊക്കെ വെച്ച്, ശാസ്ത്രീയമായ സംഗീതമൊക്കെ വെച്ച്, നല്ല ഉപകരണമൊക്കെ വെച്ച്, അങ്ങോട്ട് നല്ലൊരു കൊയർ വെച്ച് ആരാധന മൂടി പിടിപ്പിക്കുക. അപ്പോൾ ശബ്ദത്തിൻ്റെ മാധുര്യം കൊണ്ട് ആത്മീയമായ ദാരിദ്ര്യത്തെ മൂടിവെക്കാം. ശബ്ദമാധുര്യം ആത്മീയമായ അത്തയിലെയാണ് എന്ന് കണ്ടുപിടുത്തം. മറ്റൊന്നാണ് വലിയ ഗാംഭീര്യമുള്ള പള്ളികൾ പണിയുക. അതിൻ്റെ മറ്റൊരു കാര്യമാണ് നല്ല കണ്ണഞ്ചിക്കുന്ന വേഷഭൂഷാദികളാൽ പുരോഹിതന്മാർ അവരെ തന്നെ പൊതിയുക. അവരൊന്ന് അങ്ങനെ നിൽക്കുമ്പോൾ, പിന്നെ ചിലർക്ക് കൈ ഇങ്ങനെ വിറപ്പിക്കുമ്പോൾ ആത്മാവിങ്ങനെ അവിടെ കൈത്തുള്ളിൽ കിടന്ന് തുള്ളുന്നു. ഇങ്ങനെയുള്ള നാടകീയമായ ഈ ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ശബ്ദങ്ങൾക്കപ്പുറത്ത് പോകാൻ നമുക്ക് കഴിയുന്നില്ല, അനുഭവമില്ല, ലോക യാഥാർത്ഥ്യങ്ങളുമായുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല, അത് ഫലം പുറപ്പെടുവിക്കണമെന്ന് നമുക്കറിയില്ല, അവരവസ്ഥയിലേക്ക് കടന്നു പോകാൻ ഒരു കാലത്തും നാം ശ്രമിച്ചിട്ടില്ല, പോകണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ശൂന്യതയിലിരിക്കുന്ന നമുക്ക്, ഈ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും ആശ്വാസം വരണമെങ്കിൽ ഒന്ന് ശബ്ദത്തിൻ്റെ മാധുര്യം വേണം, അല്ലെങ്കിൽ കണ്ണിന് ഒരു കുളിർമ വരണം. ഈ വലിയ വലിയ ഒത്തിരി ആയിരക്കണക്കിന് 10,000 രൂപ വില ചെലവഴിച്ച് അച്ഛൻ്റെയും തിരുമേനിയുടെയും ഒക്കെ വസ്ത്രം ഇങ്ങനെ മൂടി പിടിപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ, അവരിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നാം വിചാരിക്കും ഇതിനകത്തുകൊണ്ട് വലിയ സംഭവമാണെന്ന് വിചാരിക്കും. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വസ്ത്രത്തിന് അല്പം പോലും പ്രാധാന്യം കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചു. പലപ്പോഴുമൊക്കെ ഞാൻ വെസ്റ്റ് ധരിച്ചുകൊണ്ട്, ഞാൻ ടെന്നീസ് കളിക്കാരനായതുകൊണ്ട് വെസ്റ്റ് ധരിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. ഞാൻ വെസ്റ്റ് ഇട്ടുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട്, ഇപ്പോൾ മാത്രമല്ല. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വസ്ത്രം കണ്ടിട്ട് ആരും എനിക്ക് വിലയുണ്ട് എന്ന് കരുതേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങൾക്ക് നൽകുവാനായി സമ്പുഷ്ടമായ ആശയങ്ങളില്ല എങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ചാനൽ ഉപയോഗിച്ച് ഓടി രക്ഷപ്പെട്ടു കൊള്ളണം. നിങ്ങളുടെ സമയം വൃഥാ കളയരുത്. അതുകൊണ്ട് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുക,
യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ അർത്ഥപൂർണമായ ജീവിതം നയിക്കുക. അതിനു പകരം നാം എന്താണ് ചെയ്യുന്നത്? ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആരാധനകൾ. ആരാധന എന്താണ്? വെറും ശബ്ദത്തിൻ്റെ എന്താണ് സംഹിതയാണ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സൗണ്ട്സ്. ഇതിലെന്തെങ്കിലും ആത്മീയമായ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? 50 വർഷത്തിനുള്ളിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് അവിടെ പോയിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മീയമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത വന്നിട്ടുണ്ടോ? എന്നാൽ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കണമെന്ന് ഒരു നിർബന്ധമുണ്ട്. കാരണം ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഞായറാഴ്ച രാവിലെ പള്ളിയിൽ മണിയടിക്കുമ്പോൾ നിങ്ങളവിടെ പോയിരിക്കണം. എന്തിനു പോയിരിക്കണം? ആരാധിച്ചുകൊണ്ട് എന്ത് കിട്ടി? നമ്മുടെ അവസ്ഥയിൽ എന്ത് മാറ്റം സംഭവിച്ചു? എന്തിനെപ്പറ്റിയെങ്കിലും വ്യക്തമായ ഒരു ധാരണ പ്രാപിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എത്രയോ വർഷങ്ങളായി, ദശകങ്ങളായി നാം സുവിശേഷ പ്രഘോഷണം കേൾക്കുന്നു, വേദപുസ്തക പഠനങ്ങളിൽ പങ്കെടുക്കുന്നു, കാത്തിരിപ്പ് പ്രാർത്ഥനയിൽ, ദാനയോഗങ്ങളിൽ, ധ്യാന ഗുരുക്കന്മാരുടെ എൻ്റെ പുറകെ പോകുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സങ്കടത്തോടെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു ആശയത്തിൽ ഞാൻ ഇതുവരെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായ മജ്ജയും മാംസവുമുള്ള അറിവ് അനുഭവമായി രൂപാന്തരപ്പെടുത്തുന്ന, അതിൻ്റെ ഫലമായി അറിവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ധന്യമായ അവസ്ഥയിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? വചനം ജഡമായി തീർന്നു. ശബ്ദം, വാക്കുകൾ ഇതാ മജ്ജയും മാംസവും വെച്ചിരിക്കുന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതിൻ്റെ ഫലം എന്താണ്? മനുഷ്യ സ്വഭാവത്തിൻ്റെ രൂപാന്തരം സംഭവിക്കുന്നു. ആ ഒരു ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഫെയ്ത്ത്. വാക്കുകളിൽ മാത്രം തങ്ങി നിൽക്കുന്നവന് അത് വിഭാവന ചെയ്യാനോ വിശ്വസിക്കുവാനോ സാധ്യമല്ല. നമ്മൾ വിശ്വാസികളാണെന്ന ലേബൽ ഒട്ടിച്ചുകൊണ്ട് നടക്കുകയാണ്. നമുക്കിതിലൊന്നും യാതൊരു വിശ്വാസവുമില്ല. ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപാന്തരപ്പെടുവാൻ സാധ്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. യേശുവിൻ്റെ പഠിപ്പീരുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്? യേശുവിൻ്റെ പഠിപ്പീരുകൾ സ്വീകരിച്ചാൽ അപകടത്തിലാകും എന്ന് ആഴമായി വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും. പ്രത്യേകിച്ച് സഭാപരമായും നമ്മുടെ സ്ഥാപനപരമായുമുള്ള ചുമതലയിരിക്കുന്നവർ. യേശു പറഞ്ഞ വഴിയെ പോയാൽ നിൻ്റെ കഥ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് സത്യം പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകൾ. അത് പുരോഹിത വർഗത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ എന്ന അനുഭവത്തിൽ കൂടെ എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയും. കാരണം ആ ന്യായശാസ്ത്രിയുടെ അനന്തരാവകാശികളാണ് ഇവരെല്ലാം. അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. സമ്മതിച്ചേ. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, അയൽക്കാരൻ ആരാണ് അറിഞ്ഞുകൂടാ. പിന്നെ ഈ കൽപ്പന കാണാപ്പാഠം പഠിച്ചിട്ട് എന്താഹുവേ പ്രയോജനം? ഇത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോഗിക്കാൻ നിനക്ക് കഴിയുമോ? ഇതിൻ്റെ അനുഭവം എന്താണെന്ന് നിനക്ക് മനസ്സിലാകുമോ? ഇതിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഇതുകൊണ്ടാണ് നമ്മുടെ മതജീവിതം വെറും ശൂന്യവും കാമ്പില്ലാത്ത, കഴമ്പില്ലാത്ത, യാതൊരു ഫലവും പുറപ്പെടുവിക്കാൻ കഴിയാത്ത വെറും നിർജീവമായ ആചാരങ്ങളുടെ ആകത്തുകയായി ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ കാരമില്ലാത്ത ഉപ്പാണ്. വിളക്കുണ്ട്, പക്ഷേ കത്തിച്ച് വെച്ചിട്ടില്ല. വെളിച്ചം പുറപ്പെടുവിക്കാത്ത വിളക്കാണ്. അല്ലെങ്കിൽ ഉള്ളിൽ എണ്ണയില്ലാത്ത വിളക്കാണ്. കാണാൻ കൊള്ളാം, പക്ഷേ വെളിച്ചം പുറപ്പെടുവിക്കാൻ അറിഞ്ഞുകൂടും. ഈ ഒരു അവസ്ഥയിലാണ് നാം തിരിച്ചറിഞ്ഞാൽ എങ്കിലും നമ്മുടെ ഇടയിൽ ഒരു വ്യത്യാസം വരുമെന്നാണ് എൻ്റെ പ്രത്യാശ. എന്തുകൊണ്ടാണ് ഇത്രമാത്രം അധപ്പതിച്ചിട്ടും വെളിയിൽ പറയാൻ കൊള്ളാത്ത വിധത്തിലുള്ള അവസ്ഥ നമ്മുടെ ഓരോ സഭകളിലും കുമിഞ്ഞുകൂടിയിട്ടും എന്തുകൊണ്ടാണ് വിശ്വാസിക്കുന്നതിനെപ്പറ്റി യാതൊരു വിമിഷ്ടമില്ലാത്തത്? ഒറ്റ കാരണമാണ്, നമ്മുടെ വിശ്വാസം മുഴുവനും, വിശ്വാസത്തിൻ്റെ സംഗതികൾ മുഴുവനും വെറും ശബ്ദങ്ങൾ മാത്രമാണ്. ശബ്ദങ്ങളുടെ അലയടികൾ കാതിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ എന്ത് സംഭവിച്ചാൽ എന്താണ്? അവന് കേൾക്കാനുള്ളത് കേട്ടു, പാട്ട് കേട്ടു, പ്രസംഗം കേട്ടു, ഒരു പ്രാർത്ഥന കേട്ടു, വീട്ടിൽ പോയി. ബാക്കിയൊന്നും എനിക്ക് അറിയണ്ട.
അനുഭവത്തിലേക്ക് വരേണ്ട, ഫലം പുറപ്പെടുവിക്കേണ്ട, ശബ്ദം കൊണ്ട് മാത്രം. അപ്പോൾ മതം ശബ്ദങ്ങളുടെ ഒരു താഴ്വരയായി മാറി ഇവിടെ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന് ഞാനല്ല പറയുന്നത്, യേശുവാണ് പറയുന്നത്. നമ്മുടെ 3 വേദപുസ്തക റെഫറൻസിനെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെ വാക്യങ്ങൾ. ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നവൻ മാത്രമല്ല, അത് ചെയ്യുന്നവൻ അത്രേ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശം. രണ്ടാമതായി യേശു ന്യായശാസ്ത്രിയോട് പറയുന്നു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. കാരണം നിൻ്റെ ജീവിതത്തിൽ നീ ആത്മീയമായ വാക്കുകൾ ശബ്ദങ്ങളായിക്കൊണ്ട് നടന്നതല്ലാതെ അതിനനുസരിച്ച് നീ ഒന്നും ചെയ്തിട്ടില്ല, നീ വിരലനക്കിയിട്ടില്ല, നീ അങ്ങനെ ഇരിക്കുകയാണ്. തത്ത ചൊല്ലുന്ന പോലെ ചില കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്കറിയാം, നിങ്ങളിനി ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഈ ചൊൽത്തിനനുസരിച്ച് എന്തെങ്കിലും കാര്യം ചെയ്ത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതാണ് നമ്മുടെ പട്ടിണി. മൂന്നാമത് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ യേശു പറയുന്ന, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ അവരോട് ക്ഷമിക്കണമേ. അപ്പോൾ ആത്മീയമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. മനസ്സിലാക്കാനുള്ള പ്രയാസം, മനസ്സിലാക്കുന്നതിൽ അടങ്ങിയിരിക്കുന്ന സങ്കീർണത, മനസ്സിലാക്കാനുള്ള മനുഷ്യൻ്റെ വൈമുഖ്യം, ആശയങ്ങളെ മനസ്സിലാക്കുന്നതിന് പകരം വെറും ശബ്ദങ്ങളായി മാത്രം അവയെ വ്രങ്ങൽപ്പിച്ച് വയ്ക്കുകയും ഒരിക്കലും അനുഭവത്തിലേക്ക് കൊണ്ടുവരാതെ യേശുവിൻ്റെ ഉപദേശങ്ങളും ആത്മീയമായ ആശയങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൂരെ മാറ്റി എവിടെയെങ്കിലും പള്ളിയിൽ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുക, ഒരിക്കലും അത് അനുഭവത്തിൽ കൊണ്ടുവരികയോ പ്രയോഗിക്കുകയോ ചെയ്തിട്ട് ആത്മീയ ഫലം പുറപ്പെടുവിക്കാൻ നാം കൂട്ടാക്കാതെ നാം ഇങ്ങനെ കഴിയുന്ന ഈ അവസ്ഥയുടെ ദാരിദ്ര്യവും പട്ടിണിയും ക്ഷാമവും നാം തിരിച്ചറിയണമേ എന്നൊരിക്കൽ കൂടെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമുക്ക് ഏവർക്കും സൽബുദ്ധി നൽകുമാറാകട്ടെ. ആമേൻ.